2025 ഫെബ്രുവരി 23 ഞായറാഴ്ച ജർമ്മനിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ജർമ്മൻ പാർലമെന്റിലേക്കുള്ള 21ാം തവണ തെരഞ്ഞെടുപ്പാണ് ഈ ഞായറാഴ്ച ജർമ്മനിയിൽ നടക്കുന്നത്. സാധാരണ എല്ലാ 4 വർഷത്തിലൊരിക്കലാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ വർഷം 2024 നവംബർ മാസത്തിൽ ജർമ്മൻ ചാൻസലർ ഷോൾസ് തന്റെ ധനകാര്യമന്ത്രി ക്രിസ്ത്യൻ ലിൻഡ്നറെ പിരിച്ചുവിട്ടതിനെ തുടർന്നാണ് ജർമ്മനിയിൽ ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് സാധാരണയേക്കാൾ 7 മാസം മുമ്പ് നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ജർമ്മനിയിലെ തെരഞ്ഞെടുപ്പ് 2025 സെപ്റ്റംബറിലായിരുന്നു സാധാരണ രീതിയിൽ പ്ലാൻ ചെയ്തിരുന്നത്. ജർമ്മനിയിൽ 18 വയസ്സ് പ്രായപൂർത്തി കഴിഞ്ഞ അല്ലെങ്കിൽ കഴിഞ്ഞ 3 മാസക്കാലം ജർമ്മനിയിൽ താമസിക്കുന്ന എല്ലാ ജർമ്മൻ പൌരന്മാർക്കുമാണ് വോട്ടവകാശമുള്ളത്. ഒരു വ്യക്തിക്ക് 2 വോട്ട് ആണ് ജർമ്മനിയിൽ ഉള്ളത്. അതായത് ആദ്യത്തെ ഒരു വോട്ട് ഒരു കാൻഡിഡേറ്റിനെ ഡയറക്റ്റ് ആയിട്ട് എലക്ട് ചെയ്യുന്നതിനുള്ളത്, രണ്ടാമത്തെ വോട്ട് ഒരു പാർട്ടിക്ക് വേണ്ടിയുള്ളതാണ്. ഇത്തരത്തില് ജർമ്മനിയിൽ വോട്ട് ചെയ്യപ്പെടുന്ന വോട്ടുകളിൽ 5% മിനിമം ലഭിക്കുന്ന ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ 3 കാൻഡിഡേറ്റ്സിനെ ഡയറക്റ്റ് എലക്ട് ചെയ്യപ്പെടുന്ന ഒരു പാർട്ടിക്ക് മാത്രമായിരിക്കും ജർമ്മൻ പാർലമെന്റിൽ സ്ഥാനമുണ്ടായിരിക്കുന്നത്. ചെറുതും വലുതുമായ 41 അംഗീകൃത പാർട്ടികൾ ജർമ്മനിയിലുണ്ട്. ഇത്തവണ മത്സര രംഗത്തുള്ളത് ഇതിൽ 29 പാർട്ടികളാണ്. നിലവിലെ ജർമ്മൻ പാർലമെന്റിൽ SPD, ഗ്രീൻ പാർട്ടി, FDP എന്നീ 3 പാർട്ടികൾ ഭരണപക്ഷത്തും CDU, CSU, AFT, ലിങ്ക്സ് പാർട്ടി, BSW, SSB എന്നീ 4 പാർട്ടികൾ പ്രതിപക്ഷത്തുമാണുള്ളത്. 299 വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ നിന്നായി അടുത്ത ജർമ്മൻ പാർലമെന്റിലേക്ക് 630 അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പാണ് നടക്കുക. ഫെബ്രുവരി 23 ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെ നടക്കുന്ന വോട്ടെടുപ്പിന്റെ ഏകദേശ ഫലപ്രഖ്യാപനം പ്രവചനം മിനിറ്റുകൾക്കകം പുറത്തുവരും. ജർമ്മനിയിൽ വോട്ടെടുപ്പ് പ്രവചനം സാധാരണ വളരെ മിനിമമായിട്ടാണ് തെറ്റിപ്പോകാറുള്ളത്. വോട്ടെടുപ്പിന് 2 ദിവസം മുമ്പ് വന്ന അഭിപ്രായ സർവേ പ്രകാരം SPDക്ക് 16% വോട്ടുകൾ, CDU, CSU പാർട്ടിക്ക് 28% വോട്ടുകൾ, അതുപോലെ AFT എന്ന പാർട്ടിക്ക് 21% വോട്ടുകൾ, ഗ്രീൻ പാർട്ടിക്ക് 14%, ദി ലിങ്ക്സ് എന്ന പാർട്ടിക്ക് 8% വോട്ടുകൾ ലഭിക്കും എന്ന പ്രവചനമാണ് ഉള്ളത്. തീർച്ചയായിട്ടും 27% വ്യക്തികൾ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. എല്ലാ പാർട്ടിക്കാരുടെയും പ്രതീക്ഷ ഈ 27% വ്യക്തികളിലാണ്. ജർമ്മനിയുടെ അടുത്ത ചാൻസലർ ആരായിരിക്കും എന്ന് പ്രവചിക്കാൻ ബുദ്ധിമുട്ടാണ്. എങ്കിൽ കൂടി ജർമ്മൻ ഓപ്പോസിഷൻ ലീഡർ ആയിട്ടുള്ള ഫ്രെഡറിക് മെർസനാണ് ഏറ്റവും കൂടുതൽ സാധ്യത കണക്കാക്കുന്നത്. അതുപോലെ നിലവിലെ ചാൻസലർ ഓളഫ് ഷോൾസിന്റെ സാധ്യത 2ാം സ്ഥാനത്ത് കണക്കാക്കുന്നു. 1949 മുതലാണ് ജർമ്മനിയിലെ പാർലമെന്റ് ഇലക്ഷൻ നടന്നു വരുന്നത്. ഇതിനകം ഉണ്ടായിട്ടുള്ള 9 ചാൻസലർമാരിൽ 5 ചാൻസലർമാരും CDU പാർട്ടിയിൽ നിന്നും 4 ചാൻസലർമാർ SPD പാർട്ടിയിൽ നിന്നുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യൻ എക്സ്ക്ലൂസീവിന് വേണ്ടി ജർമ്മനിയിലെ കൊളോണിൽ നിന്നും ഡേവിസ് വടക്കഞ്ചേരി. കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ഡിസ്കവറീസ് ഓഫ് ദി വേൾഡ്.